പറഞ്ഞ മധുർ ഭണ്ഡാർക്കറുടെ ഏറ്റവും ബെസ്റ്റ് ഫിലിമാണ്. അതിനെ കുറിച്ച് പറയാതിരിക്കുകയാണ് അതിനെ നല്ലത്. കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനില്ല. തടിച്ചവര് പ്രത്യേകിച്ച് ഭക്ഷണം കുറയ്ക്കാനായിട്ട് എന്നെ പോലുള്ള ആൾക്കാർ ശ്രദ്ധിക്കണം. No, stop it. Hey. Yes, next contestant, Josie John. അയ്യോ സോറി സാർ. മച്ചു വാല് മുറിക്കരുതേ, കൂടെ ഉണ്ടാവണേ. Shall we start? ആ ആ ജെയിംസ് ബോണ്ട്, കേരളത്തിലെ കൊച്ചുകുട്ടികളുടെ വരെ പ്രിയങ്കരൻ ജെയിംസ് ബോണ്ടായിട്ട്. തമിഴ് പടത്തിൽ വരും ഉണ്ടൈ ഉണ്ടൈ 7 നായകൻ ബോണ്ട് മാമ. അങ്ങനെ ഒരു ചിത്രത്തിൽ അദ്ദേഹം 100 പേരെ ഇടിച്ചിട്ടതിന് ശേഷം വില്ലനെ നിരക്കി ചെല്ലുകയാണ്. എന്നിട്ടൊരു കിടിലൻ തീപ്പൊരി പറഞ്ഞ ഡയലോഗ്, ഈ ചിക്കൻ ബിരിയാണി എവിടെ കിട്ടും? അതെ, നമുക്ക് പലതരം ബിരിയാണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പ്രോൺസ് ബിരിയാണി. അങ്ങനെ നമ്മൾ കേരളത്തിൽ പലതരം പാമ്പുകളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ദേ കണ്ടില്ലേ, ഇതാണ് കേരളത്തിലെ യഥാർത്ഥ മൂർഖൻ. He's awesome, man. അയ്യോ, ഇനി കേരളത്തിന്റെ ശബ്ദം ജോസി ജോന്റെ ശബ്ദമായി മാറുന്നു. ആർജെ ജോസി ജോൺ. ഒടുക്കത്തെ പെർഫോമൻസ് ആണല്ലോ മച്ചാ. ഈ ബുദ്ധിക്ക് എവിടെ കൊണ്ട് വെച്ചേക്കണേ? ആവശ്യത്തിനെടുത്താ പോരാ. ഇന്ന് നീ ഒരു പൈന്റ് മേടിക്കണോട്ടാ. ഒന്ന് വരാതെ, ഇന്ന് നമ്മൾ ഫുള്ള് മേടിക്കും. പോട്ടെ പോട്ടെ. നിനക്ക് തോന്നിയതായിരിക്കും മച്ചു. ഇല്ലടാ, ഞാൻ അവിടെ കണ്ടതല്ലേ. ഇതിനിടയ്ക്ക് മുകളിലെത്തിയാ നിനക്കിട്ട് തരാടി. ഇത് താഴേക്കാണല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഐ ജൈൻവീൽ, ഹൗ ആർ യു? മാറി നിൽക്കണോ? എങ്ങനെ മാറി നിക്കാൻ? അന്ന് ജൈൻ വീലിൽ എന്റെ മാറത്ത് കിടന്ന നീ ഇപ്പൊ എന്നോട് മാറി നിക്കാനല്ലേ? വീട്ടിലെ ഞാൻ. മിസ്റ്റർ, മര്യാദയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ പോലീസിനെ വിളിക്കണോ? ഓ പിന്നെ പോലീസ്. ഈ ആണുങ്ങളൊന്ന് പെണ്ണുങ്ങളെ തൊട്ടാ കളിയാക്കിയ അപ്പൊ തന്നെ പോലീസ്, പീഡനം. ഈ പാവപ്പെട്ട ആൺകുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരു പോലീസും കേസ് എടുക്കാനില്ല. പോലീസിനെ വിളിക്കോ അത്ര. എന്താ ഐറ്റത്തിന്റെ പേര്? സീമ. സീമ. രൂപം കണ്ടിട്ട് ആമാ നടന്നത്. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. നിനക്ക് ഞാൻ ആരാന്നറിയോ? ഉയർന്ന ജോലിയും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരു ഉയർന്ന ചെറുപ്പക്കാരനാണ് ഞാൻ. മനസ്സിലായ? ആണുങ്ങളോട് കളിച്ചിറങ്ങിയിട്ടല്ല. അതാ പറ്റണ്ടല്ല, അതായിരിക്കും ഗതി. വാടാ. എന്തെങ്കിലും കിട്ടും അവന്. അപ്പൊ ശരിയാകും. ഞാനായിരുന്നു നിന്റെ സ്ഥാനത്തെങ്കിൽ അവന്റെ തൊലി പൊളിച്ചേനെ. എന്നിട്ടാണോ ചുമ്മാ കിണിച്ചോണ്ടിരുന്നേ? ഇപ്പൊ എനിക്കായി കുറ്റം. എന്താ, എന്തു പറ്റി? ഒന്നുമില്ലേ ചേച്ചി, കൊറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടില്. എലി കരണ്ട് വെച്ച പോലത്തെ താടി മീശയായിട്ട്. എന്നിട്ട് നായ്ക്കൾ ഇറച്ചിക്കടയുടെ മുമ്പിൽ നിൽക്കുന്ന പോലെ പെമ്പിള്ളാരുടെ പുറകെ വെള്ളം ഒലിപ്പിച്ചോണ്ട് നിൽക്കും. അപ്പോഴേ നല്ല ഇരുമ്പ് വടി എടുത്ത് അടിച്ചോടിക്കണം. നമ്മൾ ബോൾഡ് ആയാലേ അവന്മാര് വിറയ്ക്കുള്ളൂ. വിറയ്ക്കല്ല, നമ്മളെ വളയ്ക്കും. പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ ഒറ്റയ്ക്ക് കിട്ടുമ്പോ ശരിക്കും വരട്ടണം. ഇവന്മാര് കൂട്ടുകാരുണ്ടെങ്കിലേ ധൈര്യം കാണിക്കൂ, ഇല്ലെങ്കിൽ പേടിത്തൊണ്ടന്മാരാ. ഇവന്മാർക്ക് അമ്മയും പെങ്ങന്മാരൊന്നും ഇല്ലേ? വീട്ടില് നല്ല രീതിയിൽ വളർത്താനേ ഇവന്മാരുടെ അമ്മമാർക്ക് നേരം കാണില്ല. ഇതൊക്കെ വളർത്തുന്നതിന്റെയാ. എനിക്കുണ്ട് ഈ പ്രായത്തിലൊരു മോൻ. പിള്ളേരെ വളർത്തേണ്ട പോലെ വളർത്തണം. ഇനി എന്റെ കൈ കിട്ടട്ടെ. മിസ്റ്റർ ജോസി, ബൈ ദ വേ, അന്ന് നിങ്ങൾ കാണിച്ച മൈം എന്തായിരുന്നു? That was out of the world. Anyway, all the best, Mr. ജോസി. താങ്ക് യു സർ. പിന്നെ നേരെ പോയി മൈക്കിൾ സംസാരിക്കരുത്. സൗണ്ട് എഞ്ചിനീയറെ കണ്ട് ബ്ലെസ്സിങ്സ് മേടിക്കണം. അതാണ് അതിന്റെ ഒരു രീതി. റൈറ്റ്, ദിയ വിൽ ഗൈഡ് യു ടു ദ ഫ്ലോർ. താങ്ക് യു സർ. സാർ, സാർ,
ഇതെന്താ ഇവിടെ? യെസ്, എന്താ? ഹേയ് ഒന്നുമില്ല, ഞാനൊരു സാധനം മേടിക്കാൻ വേണ്ടി വന്നാ. എന്ത് സാധനം? അനുഗ്രഹം. എന്ത്? ഈ സൗണ്ട് എഞ്ചിനീയർ എവിടെ? സൗണ്ട് എഞ്ചിനീയർ? ആ ഞാനാ സൗണ്ട് എഞ്ചിനീയർ. ഗുഡ് മോർണിംഗ് മാഡം. മേഡം എന്നൊന്ന് ആഗ്രഹിക്കണം, അതെന്റെ ഒരു അനുഗ്രഹമാണ്. എന്ത്? അല്ല, മേഡം ഒന്ന് അനുഗ്രഹിക്കണം, അതെന്റെ ഒരു ആഗ്രഹമാണ്. ഓ, ഞാൻ അനുഗ്രഹിച്ചാ ശരിയാവോ? ഞാൻ എന്തിനു അനുഗ്രഹിക്കണം? ഞാനിവിടുത്തെ ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിന്റെ പുതിയ ജോക്കില്ലേ, ജോസി, അതാണ്. ഇയാളോ? ആ തന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്. തനിക്ക് പറ്റിയ പണിയേ റോഡ് സൈഡിലിരുന്ന് പച്ചമരുന്ന് വിക്കല. റോഡ് ജോക്കി. അയ്യോ അങ്ങനെ പറയല്ലേ മാഡം, ഈ റേഡിയോയുടെ അഭിമാനമാകും ഞാൻ. എന്നാ കേക്കട്ടെ തന്റെ പ്രകടനം. ബൂത്തിലേക്ക് കയറ്. ആയിക്കോട്ടെ. ഏയ് അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. സേ സംതിങ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താ? അല്ല, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടേ. കുറച്ചുകൂടെ മൈക്കിനടുത്തേക്ക് വന്നിരിക്കെ. ആ, ഇനി എന്തെങ്കിലും പറ. ഹലോ ചെക്ക്. ഹലോ, ഇന്നു മുതൽ ഞാൻ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നതല്ല, സത്യമായിട്ടും. അയ്യോ, വൃത്തിയായിട്ട ശബ്ദം. അയ്യോ, അതെന്റെയാ. ഒന്ന് കേട്ട് നോക്ക്. അയ്യോ, ഇതെന്റെ ശബ്ദമല്ല, ഇതെന്താ ഇങ്ങനെ? ഏയ്, ശരിയാവില്ല ശരിയാവില്ല. വേറെ ആരെങ്കിലും വെച്ച് പ്രോഗ്രാം ചെയ്യേണ്ടി വരും. അയ്യോ അയ്യോ അയ്യോ, അങ്ങനെ പറയല്ലേ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. ഞാൻ ഒരു പാവമാണ്. അന്നെന്തോ ഒരു തരിപ്പിന്റെ പുറത്ത് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, പകരം വിട്ടരുത്. എന്നോടൊന്നും ക്ഷമിക്കില്ലേ, ഞാൻ എത്ര കാല് വേണമെങ്കിലും പിടിക്കാം. ഓക്കെ, ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ഇത് ശരിക്കും സോറി കേട്ടോ, പണി പോയാന്. ഓക്കെ, സ്റ്റാർട്ട്. ഐ ആം ജോസി, ഈസി ജോസി. ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ലോകം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം മാത്രം പറയരുത്. വേറെ പരിപാടി. ഒരിക്കൽ കൂടി ടേക്ക് ഇറ്റ് ഈസി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 555555. വിളിക്കൂ വിളിക്കൂ, വിളിക്കാതിരിക്കല്ലേ. ഇന്നെന്താ ഇത്ര ഹാപ്പിന്ന്? ഈ FM റേഡിയോയെ അടിപൊളിയാണോ? നല്ല രസമുണ്ട് കേൾക്കാൻ. എന്റെ മോന്റെ പ്രോഗ്രാമാ. മോൻ റേഡിയോ ജോക്കിയാ.